ഹരി ഓം. നമസ്തേ. നമ്മൾ പ്രത്യേകിച്ച് ഒരു സൗകര്യങ്ങളോ ഒന്നുള്ളൊരു സ്ഥലത്തല്ല ഇപ്പം ഇരിക്കുന്നത്. എന്നിരുന്നാലും ഇന്നിപ്പോൾ പെട്ടെന്നാണ് ഒരു വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് കാണാനിടയായത്. അപ്പം അതിൽ ഒരഭിപ്രായം പറയണോ പറയണ്ടേ എന്ന് പലതവണ ആലോചിച്ചപ്പോൾ അഭിപ്രായം പറയാതിരുന്നാൽ അതൊരു നീതികേടാകും എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താമെന്ന് കരുതുന്നത്. ഇവിടെ അത് പറയാനുള്ള കാരണം, ഒന്ന്, വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് നമുക്ക് വായിൽ വരുന്നില്ല, അല്ലെങ്കിൽ ചിന്തയിൽ വരുന്നില്ല. എന്തായാലും വേടൻ എന്നല്ല ഒഫീഷ്യൽ നെയിം നമുക്കറിയാം. അദ്ദേഹവും വിളിക്കാൻ ആഗ്രഹിക്കുന്ന വേടനാണ് എന്നുള്ളത് കൊണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തെ വിളിക്കാൻ ഉചിതമായിട്ടുള്ള പേരും മറ്റൊന്നുമില്ല. അപ്പോൾ വേടൻ എന്ന കലാകാരൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്നു വന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്. അത് അദ്ദേഹത്തിൻ്റെ കൈവശം കഞ്ചാവ് ഇരിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നറിയപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതായിട്ടും, പിന്നീട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു പുലിയുടെ പല്ലോ നഖോ എന്തോ കണ്ടു. എന്താ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. അതുകൊണ്ട് പല്ലോ നഖോ നിസാരാക്കല്ല, അങ്ങനെ കരുതരുത്. അപ്പം എന്തായാലും ശരി, അത് കണ്ടു. അതിൻ്റെ പേരിൽ ഈ വനവകുപ്പ് നടപടിയെടുക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വളരെ ശക്തമായി വരുന്നതും നെഗറ്റീവും പോസിറ്റീവുള്ള പരാമർശങ്ങൾ വരുന്നതും, ആ സന്ദർഭത്തിൽ മാധ്യമങ്ങളിൽ അദ്ദേഹം ഒരു പട്ടികജാതി ദലിത് വിഭാഗത്തിൽപ്പെട്ട ആളാകുന്നത് കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയാണെന്നും പറയുന്ന സമയത്ത് ആ ഒരു വിഷയത്തിൽ നമ്മളുടെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം ഒരു പട്ടികജാതിക്കാരനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു അനീതി പ്രവർത്തിച്ചാൽ അത് നിസാരവൽക്കരിക്കാൻ പാടില്ല എന്നായിരുന്നു നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ദലിത് എന്ന് പറഞ്ഞാൽ അയാൾ കഞ്ചാവ് അടിക്കുന്നവനാണ്, ഒരു പാരമ്പര്യം കഞ്ചാവാണ്, കള്ളാണ് എന്ന് പറയുന്ന രീതിയിൽ മാധ്യമങ്ങൾ പറയുന്നു എങ്കിൽ, ദലിത്, ആദിവാസി, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ പാരമ്പര്യം ഇത്തരത്തിൽ എന്താ പറയുക, ആ ഒരു തരം താഴ്ന്ന രീതിയല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സമൂഹങ്ങളുടെ പ്രതിനിധിയായിട്ട് വേടനെ ചിത്രീകരിക്കരുത്. വേടന്റെ കലയും വേടന്റെ കഴിവും അതിനെ വേണമെങ്കിൽ ഇതിനോട് ബന്ധപ്പെടുത്താം. അല്ലാണ്ട് ഈ ആൾക്കാരിങ്ങനെ കഴിക്കും, അത് അങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള പോലെ നിസാരവൽക്കരിക്കേണ്ട. അവർ അത് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നീതി നിഷേധമാണെങ്കിൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം. അല്ലാതെ കലാഭവൻ മണിയെ പോലെയൊക്കെയുള്ള കലാകാരന്മാർ എങ്ങനെയാണ് മരിച്ച് നമുക്കറിയാൻ പറ്റും. ആ ജീവിതത്തിൽ കുറച്ച് അശ്രദ്ധയുണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് മദ്യപിക്കാത്ത ആളുകളൊന്നും അല്ല ഈ ലോകത്തുള്ള എല്ലാവരും. അപ്പോൾ കലാഭവൻ മണി മദ്യപിച്ചിരുന്നു, പക്ഷെ എന്താണ്, അതേ അളവിൽ കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെ നഷ്ടപ്പെട്ടു നമുക്ക് എല്ലാവർക്കും അറിയാം. വിനായകനാണെങ്കിലും നല്ലൊരു കലാകാരനാണ്. അദ്ദേഹവും തന്റെ കലയിൽ മികവ് പുലർത്തുമ്പോഴും അദ്ദേഹത്തിന്റെ സാമൂഹികമായ ഇടപെടൽ ഒരു സമൂഹത്തിൽ വർത്തിക്കുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട രീതിയിലല്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുമ്പോൾ അത് ദലിതനായതുകൊണ്ട് ആക്ഷേപിക്കുന്നു എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതും ശരിയല്ല. ഇവരൊക്കെ സ്വയം തിരുത്തപ്പെടേണ്ടതും ഇവരെ ആ സമൂഹങ്ങളുടെ പ്രതിനിധിയായിക്കൊണ്ട് തന്നെ നല്ല വ്യക്തവും ശക്തവുമായിട്ട് സാംസ്കാരികമായിട്ടുള്ള ഉന്നതി കൈവരിച്ചുകൊണ്ട്, ഒരു ഉന്നതി ഇല്ല എന്നില്ല, പക്ഷെ കാണിക്കുന്നത് ഉന്നതിയുള്ള പോലെയല്ല, അത് സത്യസന്ധമാണ്. അപ്പോൾ അങ്ങനെ ആകരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തിൽ നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. അപ്പോൾ അവിടെ വേടന്റെ കലയെ അല്ല പറഞ്ഞത്, വേടനെപ്പോലുള്ള ഈ സമൂഹത്തിലുള്ള കലാകാരന്മാരെ പറഞ്ഞിട്ടില്ല, അവരുടെ ഒന്നും ആശയത്തെയും നമ്മളെ ആക്ഷേപിച്ചിട്ടില്ല. അവരുടെ ദുഷിപ്പ് അല്ലെങ്കിൽ ദുശീലങ്ങൾ ഈ ജനതയുടെ പാരമ്പര്യത്തിൽ കെട്ടിവെക്കരുത്, അങ്ങനെ അതിനെ നിസാരാക്കുകയും ചെയ്യരുത്. തെറ്റാണ്. പിന്നെ സ്വാഭാവികമായിട്ടും പല്ലും നഖമൊക്കെ പറയുന്ന നേരത്തെ നമ്മൾ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ പോലും വേടന്റെ കഴുത്തിൽ ഒരു പുലിയുടെ പല്ലാണെങ്കിൽ അത് നിയമവിരുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ടതാണ്. എന്നാൽ സിനിമാ നടൻ മോഹൻലാലിന്റെ വീട്ടിലിരിക്കുന്നത് ആനക്കൊമ്പാണ്, സുരേഷ് ഗോപിയുടെ കഴുത്തിലുണ്ട്. ഇത് നമുക്ക് അറിയാണ്ടല്ല. നമ്മൾ ഈ വിഷയം പറയുമ്പോൾ മോഹൻലാലിന്റെ സമുദായമോ സുരേഷ് ഗോപിയുടെ സമുദായമോ അല്ല എടുക്കുന്നത്. ഈ രണ്ട് പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളും അതുപോലെ തന്നെ വേടനാവുമ്പോൾ ഇവിടെ ഒരു നീതി നിഷേധം ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക, നമ്മളെയൊക്കെ ഒരു ചിന്താപദ്ധതിക്ക് കുറച്ച് കുറവുണ്ട് എന്നുള്ളതും അതിന്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് വിചാരം ചെയ്യാം. ഇത് നമ്മൾ വിചാരം ചെയ്യണം. അല്ലാണ്ട് മോഹൻലാലിനെ പറയുമ്പോൾ മോഹൻലാൽ ഇന്ന സമുദായക്കാരൻ, വേടനെ പറയുമ്പോൾ വേടൻ ഇന്ന സമുദായക്കാരൻ, ആ സമുദായം പിടിക്കണ്ട, അവരുടെ രാഷ്ട്രീയം പിടിക്കണ്ട. അപ്പോൾ മോഹൻലാലിന് പോലും ഒരു ആനക്കൊമ്പ് വെച്ചിട്ട് ഒരു പ്രശ്നമില്ലെങ്കിൽ വേടനെ ഇത് ചെയ്യാമെന്നല്ല. അപ്പൊ അവിടെയും ഈ ഒരു എന്താ പറയുക, ഒരു പരിഗണന അദ്ദേഹത്തിനും കൊടുക്കണം എന്നുള്ളതാണ്. അത് ഇവർ സിനിമാ നടന്മാരാവുന്നത് കൊണ്ടോ പാട്ടുകാരന്മാരാകുന്നത് കൊണ്ടോ അല്ല.
രണ്ടാളും ഇന്ത്യയിലെ സിറ്റിസൺ ആണ്, രണ്ടാൾക്കും തുല്യനീതിയാണ്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ അല്ലെങ്കിൽ നമ്മളോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഈ ഭേദമൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഈ രാജ്യത്തെ പ്രജകളല്ല, പൗരന്മാരാണ്. തുല്യനീതിയാണ് ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്നത്. അതിൽ സമുദായം കൊണ്ടോ അവരുടെ ഒന്നും സാമ്പത്തിക സ്ഥിതി കൊണ്ടോ പോപ്പുലാരിറ്റി കൊണ്ടോ ഒന്നല്ല നീതി നടപ്പാക്കേണ്ടത്. എന്നാൽ തന്നെ നമ്മുടെ നിയമങ്ങളിൽ പണ്ട് മനുസ്മൃതിയെ കുറ്റം പറയുന്ന ആളുകളോട് ഒന്ന് പറയാനുള്ളത്, അന്ന് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ഒക്കെ ഒരു പ്രാധാന്യം കൊടുത്തെങ്കിൽ ഇന്നും തന്നെ അധികാരികൾക്ക് ഒരു പ്രിവിലേജിന്റെ ഭാഗമായിട്ട് നിയമത്തിൽ ഒരുപാട് പരിരക്ഷകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതൊരു നീതികേട് തന്നെയാണ്. ഇവിടുത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും തുല്യനീതി വേണം. അപ്പോൾ ആ വിഷയം നമ്മളന്ന് പറഞ്ഞില്ലെങ്കിലും അതുണ്ട്, അത്ര നീതികേട് ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇപ്പോഴും വേടനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ RSSന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുഖപത്രമായി വിശേഷിപ്പിക്കപ്പെടുന്ന കേസരി പത്രം, കേസരി പത്രത്തിന്റെ മുഖ്യ പത്രാധിപനായിരിക്കുന്ന മധുജി, ഇനീഷ്യലി നമുക്കാണ് വരുന്നില്ല, മധുജിയെ നേരിട്ട് പരിചയമില്ല, അദ്ദേഹത്തിന്റെ കുറെ സ്പീച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു സ്വയം സേവകനാണെന്നും വർഷങ്ങളായിട്ട് അദ്ദേഹം നല്ല കാലം തൊട്ട് അദ്ദേഹം അതിൽ തന്നെ പ്രവർത്തിക്കുന്നതിന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് അതിൻ്റെ കുറച്ച് ഭാഗമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്നിരുന്നാലും കേട്ട ഭാഗങ്ങൾ വെച്ചിട്ട് തന്നെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തോടും നമ്മുടെ പാരമ്പര്യങ്ങളോടും സമ്പ്രദായങ്ങളോടും ഒരു നീതി പുലർത്താത്ത രീതിയിലുള്ള ഒരു സംസാരം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ വേടന്റെ കലയെ അദ്ദേഹം, കലാപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശത്തെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ, അദ്ദേഹത്തിന്റെ ആശയത്തെ, അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തെയൊക്കെ ഒരു ചിത്രീകരിക്കുന്ന രീതിയോട് നമുക്ക് കൃത്യമായി ഈ സമാജത്തിൽ ഹിന്ദു പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അടിസ്ഥാന ഒരു അടിത്തട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധി കൂടിയായി വർത്തിക്കുന്ന, അവരുടെ ആത്മീയതയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒക്കെ ഒരാളെന്ന നിലയ്ക്ക്, ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ അഭിപ്രായം ഈ വിഷയത്തിൽ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് മുൻ സമയത്ത് വേടന്റെ വിഷയത്തിൽ കഞ്ചാവുമായി അല്ലെങ്കിൽ മദ്യോത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ നമ്മൾ ഇപ്പോഴിത് പറഞ്ഞില്ലെങ്കിൽ അത് ആ വ്യക്തിയോട് ചെയ്യുന്ന നീതികേട് പോകും. കാരണം എന്താ വെച്ചാൽ ഒരു സത്യസന്ധമായ കാര്യം പറയുമ്പോൾ അതിന് രണ്ട് വശങ്ങളും പറയേണ്ടതുണ്ട്. നമ്മൾ ആദ്യം പറയാം, നമ്മളൊരു സംഘടനയുടെയോ രാഷ്ട്രീയയുടെ ആളൊന്നുമല്ല. നമ്മളെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സനാതന ധർമ്മം. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മത്തെ ഈ ശ്രേണീകൃതമായിരിക്കുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര, അല്ലെങ്കിൽ ശൂദ്രൻ പഠിച്ച് ബ്രാഹ്മണനാവുക, അല്ലെങ്കിൽ ജന്മം കൊണ്ട് തന്നെ ബ്രാഹ്മണനാവുക, ജന്മം കൊണ്ട് തന്നെ ശൂദ്രരാവുക, ഇത്തരത്തിലുള്ള ശ്രേണീകൃതമായിരിക്കുന്ന ഒരു ഈ ചാതുർവർണ്ണ സിദ്ധാന്തത്തെയോ ചതുരാശ്രമ വ്യവസ്ഥയോ ഒരു ഹയറാർക്കി സിസ്റ്റത്തെ അംഗീകരിക്കുന്ന സനാതനധർമ്മമല്ല നാം മുന്നോട്ട് വയ്ക്കുന്ന സനാതനധർമ്മം. നമ്മുടെ സനാതനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും സ്വയം സ്വീകരിച്ച് അത് ധാർമ്മിക ബോധത്തോടുകൂടി സത്യസന്ധമായി ധർമ്മനിഷ്ഠമായി ഫലേച്ഛ കൂടാതെ ചെയ്തു തീർക്കുന്ന, ഒരിക്കലും അപകർഷതയില്ലാതെ ചെയ്തു തീർക്കുന്ന, ഹയറാർക്കി ഇല്ലാത്ത ഈക്വാലിറ്റിയുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ് നമ്മൾ പറയുന്ന ധർമ്മം. അത് സനാതനമാണ്. അല്ലാണ്ട് ഹയറാർക്കി സിസ്റ്റമുള്ള ചാതുർവർണ്ണ വേദാന്തർഗതമായിരിക്കുന്ന ഒരു ഒറ്റ സിദ്ധാന്തമല്ല. അതിനെ നമ്മൾ സനാതനമായിട്ടോ അത് ഇതിന്റെ ഒരു ഭാഗമായിരിക്കണം എന്നല്ലാണ്ട് അതിനെ നമ്മൾ ഒരിക്കലും നാം സനാതനധർമ്മം എന്ന് പറഞ്ഞത് ഉൾക്കൊണ്ടിട്ടില്ല. നമ്മുടെ ഹിന്ദു എന്ന് പറയുന്നത്, നാം ഹിന്ദു എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ പരമ്പരാഗതമായിരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ പാരമ്പര്യം പിൻപറ്റുന്ന മുഴുവൻ ആളുകളെയും ചേർത്തിട്ടാണ് നമ്മൾ ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിലും തന്നെ മറ്റൊരു തരത്തിലും ഒരു ചാതുർവർണ്ണയമോ ഒരു ശ്രേണീകൃത വ്യവസ്ഥയോ ഇല്ല. നമ്മൾ അങ്ങനെയാണ് ലോകരോട് സംസാരിക്കുന്നത്, നമ്മൾ അങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിന്റെ പൈതൃകം പേറുന്ന ഒരു ഗുരുപരമ്പരയുടെ ഒരു കണ്ണി എന്നായിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അഭിമാനത്തോടു കൂടി ഹിന്ദു ആയിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആ ഹിന്ദു 1936 വരെയോ ഇന്നും നിലനിൽക്കുന്നതിന് ഹൈറാർക്കി സംവിധാനം ഉണ്ടെങ്കിൽ അതിന്റെയോ ഭാഗമല്ല. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, മനുഷ്യന് വേരിയേഷൻ ഇല്ലാത്ത, നമ്മളും നമ്മുടെ ശിഷ്യനും ഈക്വൽ ആണെന്ന് ചിന്തിക്കുന്ന, നമ്മളും നമ്മുടെ ഭക്തരും ഈക്വൽ ആണെന്ന് ചിന്തിക്കുന്ന, അവരെക്കാൾ ഒരു മികവും നമുക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നമ്മൾ. എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ വേടന്റെ വിഷയം സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേടന്റെ പാട്ടുകളെ ബഹുമാന്യ ആദരണീയ മധുജി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു ജാതി ഭീകരവാദത്തിന്റെ വക്താവാണ്, അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ആളുകളൊക്കെ അതിന്റെ ആളുകളാണ്, അദ്ദേഹത്തിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അതൊന്നും നമുക്കറിയില്ല. അതൊക്കെ ഇന്നത്തെ നിയമ സംവിധാനം നമ്മൾ മനസ്സിലാക്കുന്നത് RSS പോലുള്ള പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കൊക്കെ കേന്ദ്ര ഗവൺമെന്റിനോട് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും അന്വേഷിക്കും. ഇങ്ങനത്തെ അഭിപ്രായം ഉയർന്നു വരുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഭീകരവാദവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒക്കെ അന്വേഷിക്കുകയും അതൊക്കെ തെളിയിക്കാനുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുവരികയും വേണം. കാരണം ഇങ്ങനെ ഒരു കലാകാരനെയോ ഒന്നും നമ്മൾ ആ മുൾമുന്നിൽ നിർത്താൻ പാടില്ല.
കാരണം അത് തെറ്റായിട്ട് അദ്ദേഹം പോകുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ മുളയിലെ നുള്ളുകയും വേണം. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്നും തേജോധനം ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു അടിസ്ഥാന വിഭാഗത്തിന് ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് മുഖ്യധാരയിൽ എത്താൻ കഷ്ടപ്പെടുന്നതെന്ന് സ്വജീവിതം കൊണ്ട് ബോധ്യമുള്ള ആളാണ് നമ്മൾ. കാരണം നമുക്കൊന്നും ഈ നേരം വരെ ഒരാളുടെയും ഒരു തള്ളോ ഒരു രൂപയുടെ സഹായം ഉണ്ടായിട്ടില്ല. നമ്മളെ നാലാൾ അറിയുന്നുവെങ്കിൽ അത് ദൈവാനുഗ്രഹം കൊണ്ടും പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ടും ഗുരുത്വം കൊണ്ടും മാത്രമാണ്. അപ്പം ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും ഒരു പിന്തുണയും ഇല്ലാതിരിക്കുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വരുന്ന സമയത്ത് അത് മറ്റൊന്നിന്റെ പുറകിൽ നിന്ന് ആരെങ്കിലും ഞങ്ങളെ പുഷ് ചെയ്തിട്ടാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അത് തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതല്ലാണ്ട് ഒരു എന്താ പറയുക ഒരു മറ സൃഷ്ടിക്കുന്ന രീതിയിൽ തെറ്റിദ്ധാരണ വരുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടുള്ളതല്ല. അപ്പൊ ഇവിടെയാണ് ഇദ്ദേഹം ജാതിവാദിയാണെന്ന് പറയാൻ കാരണം. നമ്മൾ തന്നെ കേട്ടു അദ്ദേഹം നീ തമ്പുരാനോ മറ്റൊരല്ല പിന്നെന്തോ വാക്കുകളൊക്കെ പറഞ്ഞു. നമ്മൾ ആ വാക്ക് പറയാൻ മടിയുള്ള ആളെന്നോ ലക്ഷണം വെച്ചത് ഗുപ്തമന്ത്ര പ്രയോഗമുണ്ട്, അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ പ്രതിഷേധമാണ്. അത് പറയാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. അത് പറയാൻ ആ വാക്ക് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴും കേസ് കൊടുക്കാം. അതല്ല അദ്ദേഹം ജാതിയെ ആക്ഷേപിക്കുന്നു പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് ജാതി ആക്ഷേപം സംഭവിക്കുന്നത്? ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇല്ല എന്ന് കൊണ്ട് കാര്യമില്ല. ഇപ്പം നമ്മളടക്കം നമ്മൾ പോകുന്ന വേദിയിൽ നിങ്ങൾ നമ്മളെ കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മളൊരു കാര്യം പറയുമ്പോൾ പോലും ഇത് ആവർത്തിക്കരുതേ, നമ്മൾ എന്താ പറയുക സാഹോദര്യത്തിൽ വർത്തിക്കണം എന്ന് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം ഇത് ഫോളോ ചെയ്യണം എന്നല്ല. പക്ഷെ അത് പറയേണ്ട ഗതികേട് വരുന്നത് എന്തുകൊണ്ടാണ്? പ്രാക്ടിക്കലി ഇവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ജാതിയില്ല, ഇവിടെ വിവേചനമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുണ്ടോ എന്ന് പറയേണ്ടത് ഇത് അനുഭവിക്കുന്നവരാണ്. അനുഭവിക്കുന്ന തട്ടിൽ നിന്നുകൊണ്ടാണ് ചണ്ടാളബാബ നിങ്ങളോട് പറയുന്നത് ജാതി ശക്തമായിട്ടുണ്ട്. ഒരു ഉദാഹരണം പ്രസന്റിലി നടന്നത് നമ്മൾ നിങ്ങളോട് പറയാം. നമ്മൾ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് പോകുന്നു. നമ്മൾ സംസാരിച്ച സ്പീച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒത്തിരി ആളുകൾ കേട്ട ഹൈന്ദവരെല്ലാം, പ്രത്യേകിച്ച് സംഘപ്രവർത്തകർ പോലും അതിനെ പോസിറ്റീവായി എടുത്തിട്ടാണ് ആ ഒരു ഇതിൽ സംസാരിച്ചത്. എന്നാൽ അവിടെ ഉണ്ടായ ഒരു നീതികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ്, ഉദ്ഘാടന സദസ്സിലേക്കാണ് ക്ഷണിക്കുന്നത്. ഉദ്ഘാടന സദസ്സിലേക്ക് ക്ഷണിച്ചിട്ട് അവിടെ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് ഉദ്ഘാടനമല്ല, അത് സംവാദമാണെന്ന്. ഒരു തെറ്റ് അതാണ്. പിന്നെ 15 മിനിറ്റ് സംസാരിക്കാനായിട്ടാണ് നമ്മൾ ക്ഷണിച്ചിരുന്നത്. 15 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആശ്രമത്തിൽ നിന്ന് പറഞ്ഞേനെ ഏതെങ്കിലും ഒരു സന്യാസിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ പ്രതികരിക്കും. കാരണം ഞങ്ങൾ ആ സന്യാസിമാരുടെ പ്രതിനിധികളല്ല, ഞങ്ങൾ ചണ്ടാള പരമ്പരയുടെ വക്താക്കളാണ്. അപ്പോൾ ഞങ്ങളെ ഒരു തരം താഴ്ത്തിക്കൊണ്ട്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ, പോണ ആശ്രമത്തിന്റെ സംഘാടകർ പറഞ്ഞതാണ്, ഞങ്ങളെ ഒരു തരം താഴ്ത്തി കാണിക്കുന്നു എങ്കിൽ, ആർക്കെങ്കിലും ഒരു ഹൈറാർക്കി കൊടുക്കുന്നു എങ്കിൽ, ഇപ്പൊ ഇത് ശങ്കര പരമ്പരയ്ക്ക് കൊടുക്കുകയും ഞങ്ങളെ തരം താഴ്ത്തുകയും ചെയ്യുന്നു എങ്കിൽ അതിനോട് യോജിക്കാൻ ഞങ്ങൾക്കാകില്ല എന്ന് പറഞ്ഞു. ഇവരിതൊന്നും ഉണ്ടാകില്ല, ഈക്വലാണ്. ശങ്കര പരമ്പരയാവട്ടെ, നിങ്ങളാവട്ടെ, ചണ്ടാള ബാബയുടെ ഒക്കെ സന്യാസിമാരാണ്, ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയപ്പോൾ ജൂന അഖാഡേന്റെ, പ്രത്യേകം മനസ്സിലാക്കണം, 7 അഖാഡകളൊക്കെയാണ് നമ്മളുടെ ഈ പറയുന്ന കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതിൽ ജൂന അഖാഡേന്റെ കേരളത്തിന്റെ പ്രതിനിധി മാത്രമായിരിക്കുന്ന ആനന്ദവന സ്വാമിയാരെ പ്രത്യേകം ഒരു പ്രിവിലേജോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നത്. അദ്ദേഹം ഞങ്ങളുടെ ആളുകളുടെ പ്രതിനിധിയല്ല, മുഴുവൻ. ഇപ്പൊ തന്നെ കേരളത്തിലാണെങ്കിൽ പ്രഭാകരാനന്ദ സരസ്വതി സ്വാമികൾ പറഞ്ഞത് അദ്ദേഹം ഒരു അഖാഡയുടെ, ശങ്കര അഖാഡയുടെ മണ്ഡലേശ്വരാണെന്ന് അദ്ദേഹം പറയുന്നേ. കൂടാതെ തന്നെ നമുക്ക് തന്നെ നേരിട്ടറിയാം, നമ്മൾ ഹിന്ദു സന്യാസി സംഗമത്തിന് പോയപ്പോൾ അവിടെ ഒരു സ്വാമിജിയെ പരിചയപ്പെട്ടു, തൃശൂലമേന്തി. ആ സ്വാമി പറഞ്ഞത് മലയാളിയാണ്, അദ്ദേഹം മഹാമണ്ഡലേശ്വരാണെന്നാണ് പറയുന്നത്. അപ്പൊ കേരളത്തിൽ തന്നെ വിവിധ അഖാഡകളുടെ മഹാമണ്ഡലേശ്വരന്മാരിരിക്കെ ജൂന അഖാഡേന്റെ മഹാമണ്ഡലേശ്വരെ പ്രത്യേകം അങ്ങനെ ആനയിക്കുന്നു എങ്കിൽ ഞങ്ങളോട് പറയേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങളോട് പറയാതെ ഞങ്ങളെ വിളിച്ചു വരുത്തി ഇരുത്തുകയും അതിനുശേഷം ഈ മഹാമണ്ഡലേശ്വര അധ്യക്ഷനായിരിക്കുന്ന ആ സദസ്സിൽ ഉദ്ഘാടനം മാറ്റിവെച്ചു. അത് തെറ്റാണ്, ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അതിനുശേഷം ഈ വിഷയം പറയുമ്പോഴും നമുക്കറിയാം, ഇത് പറയുമ്പോൾ എന്താ ചെയ്യാന്ന് ചണ്ടാള ബാബയെ ഇനി വിളിക്കേണ്ടെന്നേ പറയുള്ളൂ. നമുക്ക് വിളിച്ചില്ലെങ്കിൽ ഒന്നുമില്ല, ഇത് വിളിച്ചിട്ടൊന്നുമല്ല ഇവിടെ ജീവിച്ചിരിക്കുന്നത്, ഒരു രൂപ വാങ്ങിയിട്ടുമല്ല. അപ്പോൾ ഇവിടെയാണ് അദ്ദേഹത്തെ ഇരിച്ചു. പിന്നെ കൂടാതെ കുറച്ച് സന്യാസിമാരിയ്ക്കുന്നുണ്ട്, മറ്റുള്ളവരിയ്ക്കുന്നുണ്ട്. ഈ സന്യാസിമാർ, അമൃതാനന്ദമയി മഠത്തിലെ സന്യാസി പോലും 20-25 മിനിറ്റാണെന്ന് സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരും സംസാരിച്ച് ചണ്ടാള ബാബ സംസാരിക്കാനാകുമ്പോൾ പറഞ്ഞത് 5 മിനിറ്റ് സംസാരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അതായത് അവിടെ എനിക്ക് സംസാരിക്കാൻ സമയം വേണ്ട. കാരണം എന്താ, ഞങ്ങളുടെ കാര്യം മറ്റുള്ളവർ പറയുന്നുവെങ്കിൽ, ഹിന്ദുക്കളായ ഞങ്ങളുടെ കാര്യം മറ്റുള്ളവർ പറയുന്നു എങ്കിൽ എനിക്ക് സംസാരിക്കാൻ അവസരം വേണ്ട ഒരു ആവശ്യമില്ല. അപ്പോ അതിനും വേണ്ടിയിട്ട് ഈ ഞങ്ങളുടെ കാര്യം പറയുന്നില്ല, നിങ്ങളെന്നുണ്ടോ വെച്ചാൽ ഉണ്ട്. ഒരു സ്ത്രീയുടെ കാര്യം പറയാത്ത പുരുഷവേദിയിൽ സ്ത്രീക്ക് സംസാരിച്ചേ പറ്റുള്ളൂ, കാരണം അവരുടെ കാര്യം പറയുന്നില്ല. ട്രാൻസ്ജെൻഡറിന്റെ കാര്യം പറയേണ്ടിടത്ത് ട്രാൻസ്ജെൻഡറിന്റെ കാര്യം മറ്റുള്ളവർ പറയുന്നില്ലെങ്കിൽ അവർക്ക് പറഞ്ഞേ പറ്റൂ. ഇവിടെയാണ് അടിസ്ഥാന വിഭാഗങ്ങളുടെ കാര്യം ഒരിക്കലും തന്നെ ഹിന്ദു ആയിക്കൊണ്ട് പോലും അവരുടെ കാര്യം ആരും പറഞ്ഞിരുന്നില്ല. അപ്പൊ എന്താണ്ടായത്? അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ 15 മിനിറ്റ് ചോദിച്ചു, 15 മിനിറ്റ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സമൂഹത്തിന് നേരെയുള്ള നീതികേടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ 9ാമത്തെ മിനിറ്റിൽ നമ്മളോട് തട്ടിക്കൊണ്ട് ഇത് നിർത്തൂ എന്ന് പറയുന്നത് അവതാരകനാണ്.
അവതാരകൻ നിർത്താൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ വീഡിയോ നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും. നമ്മൾ അപ്പുറത്തേക്ക് നോക്കിയിട്ട് നമ്മൾ ഇത് ഭിന്നിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല എന്ന് തുടങ്ങുന്ന 2 വരി അവസാനം പറഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പോൾ എന്നതിന് ശേഷം ഈ അവതാരകൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, നമ്മൾ പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥ മാത്രമല്ലല്ലോ ഹിന്ദുമതം, കുലധർമ്മം ഉണ്ടല്ലോ. കുലധർമ്മത്തിൽ ശ്രേണീകൃതമായ മേലക്കൊയ്മയും കീഴ്ക്കൊയ്മയും ഇല്ലല്ലോ. അരയൻ അരയന്റെയും ഈഴവൻ ഈഴവന്റെയും നായർക്ക് നായുടെയും നമ്പൂരിക്ക് നമ്പൂരുടെയും ഒരു വാല്യൂ ഉണ്ടെന്ന് അവിടെ ആരും ഉയർന്നവരില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ അതല്ലേ ഹിന്ദു ധർമ്മത്തിന്റെ മാനദണ്ഡമായി എടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഈ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ തിരിക്കുകയാണോ വേണ്ടേ? ശൂദ്രൻ ബ്രാഹ്മണനായാലും ശൂദ്രന്റെ അച്ഛൻ ശൂദ്രനായി തുടരുമ്പോൾ അവിടെ ഹയറാർക്കി സംവിധാനമില്ലേ? ഇതാണോ ഹിന്ദുവിന് വേണ്ടത്? ഈ കാലഘട്ടത്തിൽ കുലധർമ്മമല്ലേ? അതുകൊണ്ട് ഈക്വാലിറ്റി അല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം നിർത്താൻ പറഞ്ഞുകൊണ്ട് ഈ അവതാരകൻ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, ഈ ചാതുർവർണ്ണ്യമാണ് ഹിന്ദുവിന്റെ മാനദണ്ഡം. ബ്രാഹ്മൺ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇല്ലാതെ ഹിന്ദു ഇല്ല. ചതുർവേദങ്ങളാണ് ഹിന്ദു, വേദങ്ങളില്ലാണ്ട് ഹിന്ദു ഇല്ല. വേദോ അഖില ധർമ്മമൂലം എന്ന് കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് അവതാരകനാണ്. സന്യാസിമാരായിരിക്കുന്ന ഞങ്ങളോട് കേവല അവതാരകനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്. ഞാൻ സംസാരിച്ചപ്പോൾ വേദോ അഖില ധർമ്മമൂലം എന്ന് കേട്ടിട്ടില്ലേ എന്നുള്ളത് നമ്മളത് കേട്ട ആളാണെന്നും ഇതിപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതിനു മുമ്പ് അമൃതാനന്ദമയി മഠത്തിലെ സന്യാസിയോട് പറഞ്ഞില്ല, മണ്ഡലേശ്വർ സംസാരിക്കുമ്പോൾ പറയുന്നില്ല. അതായത് ഞങ്ങളോട് അനീതി കാണിക്കുന്നു, ഞങ്ങൾ അറിവില്ലാത്തവരാണെന്ന് ഈ പറഞ്ഞവർ കരുതുന്നു. എന്നിട്ട് അദ്ദേഹം ഇത് പറഞ്ഞ ചാതുർവർണ്ണത്തിലാണ് ഹിന്ദു, മറ്റെന്താശയം ഉണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് യോജിക്കാനാകില്ല. ആ സദസ്സിൽ ഒരു അവതാരകൻ പറയാം. ഒരു അവതാരകൻ എവിടുന്ന് കിട്ടി ഈ ഒരു അധികാരം? അവതാരകൻ എന്ന് പറഞ്ഞാൽ പേര് വിളിച്ചു നിർത്തേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇതിന് മറുപടി തന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ച് ഹിന്ദു എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയാണെന്ന് പറഞ്ഞാൽ ആലോചിക്കൂ. നമ്മളെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ബ്രാഹ്മൺ ക്ഷത്രിയ വൈശ്യശൂദ്രൻ തുടങ്ങുന്ന വേദപാരമ്പര്യങ്ങൾ 4 വേദങ്ങൾ പഠിച്ചു പ്രചരിപ്പിച്ചു പോരുന്ന പാരമ്പര്യത്തിലുള്ളവരാണോ നിങ്ങൾ? എത്ര പേരുണ്ട്? അപ്പൊ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദു അല്ല എന്നാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ ആ അവതാരകൻ പറഞ്ഞത്. അതിനെതിരെ ഒരു ഹിന്ദുവും എഴുന്നേറ്റ് പ്രതിഷേധിച്ചില്ല. പക്ഷെ ചണ്ടാളബാബയ്ക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു. ചണ്ടാളബാബ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിനെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. അത് നമ്മളെ ക്ഷണിച്ച ആളുകൾ നമ്മളോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അവരൊരു വാക്യം പറഞ്ഞു, ഞങ്ങളുടെ എല്ലാ അവതാരകന്റെ വാക്കാണ് അതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിച്ചു, അവതാരകനാണെങ്കിൽ അവതാരകനെ ആര് കൊടുത്തു ഈ അധികാരം? ആ അധികാരം എവിടുന്ന് കിട്ടി എന്നുള്ളത് എനിക്ക് മനസ്സിലായത് എന്റെ ഈ ആശ്രമത്തിന്റെ പ്രവർത്തകർ എന്ത് ചെയ്തു, അതിന്റെ നോട്ടീസ് ഒന്ന് കാണിച്ചു തന്നു. അപ്പൊ അവതാരകന്റെ പേരെന്താ ചോദിച്ചാൽ ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നാണ്. അതാണ് ഇവിടുത്തെ ഹയറാർക്കി പ്രശ്നം. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ചണ്ടാളബാബ എന്ന ക്ഷണിക്കപ്പെട്ട സന്യാസി വര്യനോ ഹിന്ദു ആചാര്യനായ വ്യക്തി സംസാരിക്കുമ്പോൾ നിർത്താൻ ഇടയിൽ കേടി പറയുന്നത്. ഈ അധികാരം പരമ്പരാഗതമായി ആരിവർക്ക് കൊടുത്തു? കേൾക്കുന്ന നമ്പൂതിരിമാര് മനസ്സിലാക്കാൻ നിങ്ങളെല്ലാം പറയുന്നത് ഈ ചിന്തയുള്ളവരെയാണ് പറയുന്നത്. ദലിതനുണ്ടെങ്കിൽ ദലിതനെയും നമ്മൾ പറയും. അതായത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിർത്തൂ എന്ന് പറയാൻ ഈ 2025 ഒരു ഹിന്ദു വേദിയിൽ ഒരു നമ്പൂതിരിപ്പാടിന് കിട്ടുന്ന ഒരു അധികാരം, കേവല അവതാരകൻ. അദ്ദേഹം വേദം പഠിച്ചാലും എന്ത് പഠിച്ചാലും അവിടെ സദസ്സിൽ ആചാര്യൻ നമ്മളാണ്. അദ്ദേഹം കേവല അവതാരകനാണ്. പക്ഷേ ഹിന്ദു സംവിധാനത്തിൽ ജാതി പ്രവർത്തിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം. ഇങ്ങനെയുള്ള ഈ സംവിധാനത്തിൽ വേടനെ പോലുള്ളവർ ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമ്പോൾ നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളുമായിട്ടുണ്ട്, അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട്, ഹരിയങ്കാളി പറഞ്ഞിട്ടുണ്ട്, ചട്ടമ്പിസ്വാമി പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഓരോരുത്തരും ശങ്കരാചാര്യസ്വാമി മനീഷ പഞ്ചായത്തിലൂടെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറയപ്പെടുന്ന ഈ സംവിധാനത്തിൽ വേടൻ തന്റേതായ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആ റാപ്പ് സിസ്റ്റത്തിൽ സംഗീതങ്ങളൊക്കെ വേദപരമാണെന്ന് പറയുമ്പോൾ റാപ്പ് വേദമല്ല എന്ന് പറയാൻ പറ്റില്ല. ആസ്വദിക്കുന്നുണ്ടല്ലോ, അക്ഷരം ബ്രഹ്മല്ലേ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ആക്ഷേപഹാസ്യം, ചാക്യാർകൂത്തില്ലേ, ഓട്ടം തുള്ളലില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിലെ രീതിക്കനുസരിച്ച് വേടൻ ഈ വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുത? ഇനി അസഹിഷ്ണുത ഉണ്ടെങ്കിൽ തന്നെ വേടൻ ജാതി ഭീകരവാദം പറയുന്നുവെങ്കിൽ പറയുന്ന വേടനാണോ ജാതി പ്രശ്നം, അതോ ഈ ജാതി പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണോ എന്നുള്ളതല്ലേ വേടനെ ആക്ഷേപിക്കുന്ന ആളുകളുടെ പ്രതിനിധിയോ അല്ലെങ്കിൽ ആളുകൾക്കെതിരെയോ സംസാരിക്കുന്ന മധുജിയെ പോലൊരു ചിന്തിക്കേണ്ടത്. അപ്പോൾ വേടൻ പറയുന്നതാണോ പ്രശ്നം? പറയുന്നതാണ് പ്രശ്നമെങ്കിൽ നമ്മൾ എന്നെ പറഞ്ഞു അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ ഇങ്ങനെ വിഷയം ഉണ്ടായി. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ മാത്രമല്ല, സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ, അതിനു മുമ്പുള്ള കാര്യം നമുക്ക് വിടാം. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഹിന്ദുയിസത്തിന്റെ വക്താക്കളായി ഒരു പ്രത്യേക വിഭാഗത്തെയും സമ്പ്രദായത്തെയും സന്യാസ പാരമ്പര്യത്തെയും മാത്രം എടുത്ത് മുന്നോട്ട് വെച്ച് അവരുടെ അടിയിൽ മറ്റുള്ളവരെ കൊണ്ടേയിരുത്തുമ്പോൾ അതും ജാതി വിഭാഗീയതയാണ്. അതല്ലാതെ എന്ത് മാറ്റമാണ് ഇവിടുത്തെ ഹിന്ദു സംവിധാനം നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് മാറ്റം? ഈ പറഞ്ഞ ശങ്കരാചാര്യ സ്വാമികളെ അമൃതാനന്ദമയി ദേവിക്ക് അടുത്ത് കൊടുന്നിരുത്താനും പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അമൃതാനന്ദമയി സെൻട്രൽ ഇരുന്നു കൊണ്ട് ഒരു മൂലയിലെ കസേരയിൽ ശങ്കരമഠത്തിലെ ഒരു സന്യാസി ഇരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
ശിവഗിരി മഠത്തിലെ ഒരു സന്യാസി നേതൃത്വം കൊടുക്കുന്ന ഒരു സദസ്സിൽ ഒരു മൂലയിൽ ശങ്കരാചാര്യ മഠത്തിലെ സ്വാമിയെ ഇരുത്താൻ നിങ്ങൾക്കായിട്ടുണ്ടോ? ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ശിവഗിരി മഠത്തിലെ ഒരു സ്വാമി നയിക്കുന്ന ഒരു എന്താ പറയുക ഒരു പരിപാടിയിൽ അമൃതാനന്ദമയ്യനെ ഒരു മൂലയിൽ ഇരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇവിടെ ഒരു ഹയറാർക്കി സംവിധാനമുണ്ട്. കാരണം അവരവര് വലിയവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ജാതി പ്രവർത്തിക്കുന്നത് കേവല സാമുദായിക ജാതി വ്യവസ്ഥയിൽ മാത്രമല്ല, സമ്പ്രദായങ്ങളിലുമുണ്ട്. അതൊന്നും കാണാൻ ഈ കണ്ണുകൾക്കാകാതെ വേടനെ മാത്രം കാഴ്ചവെക്കുന്നുവെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണച്ചിട്ട് പറയല്ല, എന്നാലും പറയണം എന്താണ്, നിങ്ങൾ വേടന്റെ നിറത്തെയും വേടന്റെ സമുദായത്തെയും വേടന്റെ ഭാഷയെയും നിങ്ങൾ വെറുക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമില്ല ആ സത്യങ്ങളെ എന്നത് തുറന്നു പറയാതിരിക്കാൻ നമുക്കാകില്ല. കാരണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കാണപ്പോൾ ഇതിനു മുമ്പ് TS ശ്യാംകുമാറിന്റെ വിഷയം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു, അദ്ദേഹം അപ്പുറത്ത് മാധ്യമത്തിൽ നിങ്ങളെ വിമർശിക്കുന്നു എങ്കിൽ നിങ്ങൾ അത് കേൾക്കാൻ തയ്യാറാകാത്തതല്ലേ? നിങ്ങൾ അദ്ദേഹത്തെ കേട്ടോ? നിങ്ങൾ ശ്യാമിനെ വിളിച്ചു കേട്ടോ? ശ്യാമിനെ നിങ്ങൾ സംവാദത്തിന് മാന്യമായി ക്ഷണിച്ചുകൊണ്ട് സംസാരിച്ചോ? അദ്ദേഹത്തെ നന്നാക്കി പറയുകയല്ല, വിമർശിക്കുന്നു എങ്കിൽ നമുക്ക് ബദല് കൊടുത്തൂടെ? ഇവൻ ചണ്ടാള ബാബ ഈ പറയുന്ന പോലെ ഹിന്ദുത്വത്തിന്റെ ഒപ്പമുണ്ടല്ലോ. നിങ്ങൾ എത്രത്തോളം ചണ്ടാള ബാബയെ കേൾക്കുന്നുണ്ട്? നിങ്ങളെ ഈ പറഞ്ഞ ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് ചണ്ടാള ബാബ. നിങ്ങൾ എത്ര ചണ്ടാള ബാബയെ കേൾക്കുന്നുണ്ട്? അപ്പൊ കേൾക്കാതിരിക്കുമ്പോൾ കേൾക്കുന്ന വേദിയും മറ്റുള്ളത് തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ഇത്തരം മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ ചില സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനെ നിഷേധിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ ഒക്കെ പക്ഷത്താണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാകണം. അപ്പൊ ഇവിടെയാണ് വേടൻ പറയുന്ന വേടന്റെ ജാതി ഭീകരത എന്ന് പറയുമ്പോൾ വേടന്റേതല്ല ജാതി ഭീകരത. ജാതി ഭീകരത ഇവിടെ ഈ നാളിതുവരെ പ്രവർത്തിപ്പിച്ചത് ആരാണോ അവരുടേതാണ്. അതൊരു സമുദായത്തിന്റെ മാത്രം ല്ല, അത് പുലയന് പറയനോടും പറയന് വെട്ടുവനോടും അല്ലെങ്കിൽ നായർക്ക് ഈഴവനോടും ഈഴവന് നമ്പൂരിയോടും നമ്പൂരിക്ക് മറ്റുള്ളവരോടും ഒക്കെ തോന്നുന്ന ആ സംവിധാനത്തെയാണ് നമ്മൾ പറയുന്നത്, അല്ലാണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെയല്ല. അതുകൊണ്ട് ആ സംവിധാനം ആര് തുറന്നു പറഞ്ഞു ഞാൻ പാണനല്ല, പറയനല്ല, കുറവനല്ല, മറ്റല്ല, മറിച്ചല്ല, അതെനിക്ക് ഡേഷാണ് എന്ന് വേടൻ പറയുന്നു എങ്കിൽ വേടൻ ജാതി ഭീകരവാദിയല്ല, വേടൻ ജാതിയെ പുച്ഛിച്ച് തള്ളുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പുച്ഛിച്ച് തള്ളുകയാണ്. ഇത്രയുള്ളൂ നിന്റെയൊക്കെ ജാതി എന്ന് പറയുകയാണ്. അതിലെവിടെയാണ് ഭീകരവാദം? ഇനി അല്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ അത് ഇല്ലാതാക്കാൻ നമ്മൾ ഹിന്ദുക്കൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞ പോലെ ശങ്കരാചാര്യ ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് നടുക്ക് ശിവഗിരി മഠത്തിലെ സ്വാമിയാര്, ശുഭാനന്ദ ശാസ്ത്രത്തിന്റെ സ്വാമിയാരൊക്കെ ഇരുത്താൻ നമുക്ക് ആകണം. അത് കഴിയാതെ ഈ സത്യം തുറന്നു പറയുന്ന ചണ്ടാളബാബി മോശക്കാരൻ, വേടനും മോശക്കാരൻ, മറ്റുള്ള സ്വാമിമാരും മോശക്കാരൻ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും മോശക്കാരൻ, ഇത് നീതികേടാണ്. അതുകൊണ്ടാണ് നമ്മൾ വേടന്റെ കാര്യം പറഞ്ഞത്. ഇവിടെ വേടൻ ജാതിവാദിയാണ്. ഇനി ഇതൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ചില കാര്യങ്ങൾ. വേടൻ ജാതി പറയുന്നത് കൊണ്ട് വേടൻ ജാതി ഭീകരവാദിയാണെങ്കിലും നമ്മൾ അന്ന് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലും പറഞ്ഞിട്ടുണ്ട്. നിരന്തരം നമ്മൾ പറയുന്നൊരു വിഷയമാണ് ഈ ചണ്ടകർമ്മങ്ങൾ ചെയ്യുന്നോൻ ചാകുമ്പോൾ ചണ്ടാളകുലത്തിൽ പിറക്കുന്നു എന്ന പൂന്താനത്തിന്റെ ജ്ഞാനപ്പാരയിലൊരു വരി. പലരും ചോദിക്കുന്നത് ആ കാലഘട്ടത്തിലെ കാഴ്ചപ്പാടല്ലേ, അതിപ്പോ പറയണമെന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാരൊക്കെ മോശക്കാരാണെന്ന് ആരെങ്കിലും പറഞ്ഞു കരുതുക. അത് പണ്ട് പറഞ്ഞു വെച്ചതാണെന്ന് കരുതുക. ഇപ്പോൾ അത് വായിക്കുകയോ പറയുകയോ ചെയ്താൽ അതിനെതിരെയുള്ള നടപടി എന്താണ്? ഇന്ത്യൻ നമ്മളെല്ലാവരും ആദരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഫ്ലാഗ് ആവട്ടെ, നമ്മുടെ ഭരണഘടനയാവട്ടെ, അതിനെയൊക്കെ പാകിസ്ഥാൻകാർ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിരുന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അവസ്ഥ? പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പറയരുത്. അത് പറയാൻ പാടില്ല. അത് സ്വതന്ത്രാനന്തര ഇന്ത്യയാണ്, സംവിധാനമുണ്ട്, അതിനെ ആദരിച്ചേ പറ്റുള്ളൂ. ഇത് പറഞ്ഞ പോലെ ഭരണഘടന രൂപീകൃതമായി ഈക്വാലിറ്റി ഉള്ള ഈ രാജ്യത്തെ ഈ പറഞ്ഞ പോലെ തന്നെ അട്രോസിറ്റി ആക്ട് 87 തോന്നുന്നു, 87-89 കാലയുടെ അട്രോസിറ്റി ആക്ട് പ്രകാരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആക്ഷേപിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അത് 10 വർഷം വരെ കഠിന തടവ് കിട്ടുന്ന ശിക്ഷയാണ്. ആ സമയത്താണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വായിക്കുന്നത് അല്ലെങ്കിൽ പാരായണം ഈ റാപ്പ് ചൊല്ലുന്നത് കൊണ്ട് ജാതി ഭീകരവാദിയാണ് സംഭവിച്ചു. റാപ്പ് കൊണ്ട് ബ്രാഹ്മണരെയും മറ്റുള്ള ഹിന്ദുക്കളെയും അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയൊക്കെ ആക്ഷേപിക്കുന്നു. അത് അംഗീകരിക്കാൻ വേണ്ടി അംഗീകരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മൈക്ക് കൂടെ ഹിന്ദു ക്ഷേത്രങ്ങളിലെല്ലാം ഇപ്പോഴും പ്രസന്റിലി ഇന്ന് പോലും കേട്ട ആളുകൾ ഉണ്ടായിരിക്കാം. ചണ്ടകർമ്മങ്ങൾ ചെയ്യുന്നു ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു. ഈ ചണ്ടാളർ എന്ന് പറഞ്ഞ ആരാണ്? ഇപ്പൊ കൊല്ലം തുളസിയെപ്പോൾ ആളുകൾ പോലും കരുതിയിരിക്കുന്ന ആദിവാസിയും ദലിതനുമാണ് ചണ്ടാളൻ എന്നാണ്. അങ്ങനെയല്ല കൊല്ലം തുളസി സ്വാമി, അങ്ങനെയൊന്നും അല്ല. അങ്ങനെ നിങ്ങളാരും കരുതരുത്. നായന്മാരിൽ തന്നെ ഈ വിളക്കത്ര നായന്മാരും അതുപോലെ തന്നെ വെളുത്തെടുത്ത നായന്മാരും ഉൾക്കൊള്ളുന്ന ഇങ്ങോട്ട് മറ്റുള്ള എല്ലാ സമുദായങ്ങളെയും ചേർത്തിട്ടാണ് ചണ്ടാളൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന. ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ എഴുതിയിരിക്കുന്ന ഉത്തമ ചണ്ടാളൻ, മധ്യമ ചണ്ടാളൻ, അധമ ചണ്ടാളൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹിന്ദു സമൂഹത്തിലെ കേരളത്തെ സംബന്ധിച്ച് ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തെയാണ് ചണ്ടാളൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലാണ്ട് കേവലം പട്ടികജാതിക്കാരെയല്ല. അവർക്കത് കൊള്ളുന്നു എങ്കിൽ അവർക്ക് ആ സത്യം അറിയുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ കൂടി ഇത് മനസ്സിലാക്കുമ്പോഴേ ഉള്ളൂ ഈ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാലിൽ ഈ വരി ഒന്ന് എഡിറ്റ് ചെയ്ത് കളയാം. എമ്പുരാൻ സിനിമയിൽ വേണ്ടാത്ത സീൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ലേ, അതുപോലെ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാൽ ഈ വരി എഡിറ്റ് ചെയ്ത് കളയണം. എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയുന്നത് ഇന്നലെ അല്ലേക്കും. അല്ല, ഇന്നലെ വിശേഷിപ്പിച്ച ചണ്ടാള സമുദായങ്ങൾ ഇത് വരുന്നു എങ്കിൽ
യഥാർത്ഥത്തിൽ ഇന്നും ഇന്ത്യയിൽ, സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ ഈ ഷെഡ്യൂളിൽ വരുന്ന, ഈ ലിസ്റ്റിൽ വരുന്ന ഒരു കാസ്റ്റ്, SC/ST വിഭാഗത്തിൽ SC വിഭാഗത്തിൽ വരുന്ന ഒരു കാസ്റ്റാണ് ചണ്ടാളർ എന്ന് പറയുന്ന ജാതി. ചണ്ടാളർ ജാതിയാണ്, സമുദായമാണ്, ഇന്നുമുള്ള സമുദായമാണ്. അതായത് SCയിൽ ഉൾപ്പെട്ട ഒരു സമുദായത്തെ ആക്ഷേപിക്കുന്ന വരി അന്ന് എഴുതിയത് ഇന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഹിന്ദുക്കൾക്ക് നിസ്സാരാവുന്നതിന് കാരണം, പൂന്താനത്തിന്റെ ഒപ്പം നമ്പൂതിരിപ്പാടുണ്ട്, വേടന്റെ ഒപ്പം ഒരു പാടില്ല. അപ്പൊ എന്താണ്? പൂന്താനം ഭക്തകവിയാണ്, വേടൻ രാഷ്ട്രവിരുദ്ധനാണ്, ഭീകരവാദിയാണ്. കാരണം വേടൻ കറുത്തവനാണ്, വേടൻ ദളിതനാണ്. അയ്യോ ബാബാജി അതുകൊണ്ടല്ല എന്ന് പറയുന്നു എങ്കിൽ നിങ്ങൾ പറഞ്ഞ തെറ്റുണ്ട്, നിങ്ങൾ തിരുത്തണം. വേടന്റെ പൊളിറ്റിക്സിനെ പൊളിറ്റിക്സ് കൊണ്ട് നേരിടാൻ നിങ്ങൾക്ക് പറ്റണം. വേടന്റെ ജാതിവാദത്തെ, ആ ജാതിവാദത്തിന്റെ ശരിയായ വശം കൊണ്ട് പോരാടാൻ നിങ്ങൾക്ക് പറ്റണം. അതിന് നിങ്ങൾക്ക് ആളില്ലെങ്കിൽ നമ്മൾ വരാം. നമ്മളെ വിളിക്കണം എന്നല്ല പറഞ്ഞു, നമ്മൾ വരാം, പാട്ടുപാടാനല്ല. വേടന്റെ ആശയങ്ങൾക്കെതിരെ ധർമ്മപരമായി സംസാരിക്കാൻ ചണ്ടാള ബാബ ഹിന്ദു പക്ഷത്തുണ്ട്, നമ്മൾ വരും. അല്ലാണ്ട് വേടനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നുവെങ്കിൽ, വേടനെ ആക്ഷേപിക്കുന്നുവെങ്കിൽ, വേടനെ ഇല്ലായ്മ ചെയ്യാമെന്ന് കരുതുമെങ്കിൽ അത് അയാളുടെ സമുദായത്തെയോ അയാളുടെ വാക്കുകളെയോ അക്ഷരത്തെയോ കണ്ടുകൊണ്ടാണെങ്കിൽ അത് അംഗീകരിച്ചു തരാൻ ചണ്ടാള ബാബയ്ക്ക് ആവില്ല. കാരണം ചണ്ടാള ബാബ ധർമ്മപക്ഷത്താണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ എല്ലാ ക്ഷൗണിപ്പടകളെയും കൊടുത്തുകൊണ്ട് കേവലം ഒരു ചമ്മട്ടി എന്തിയിട്ട് ഒരു ചങ്ങാതി ഇരുന്നിട്ടുണ്ടെങ്കിൽ, അതൊന്നുമല്ല എങ്കിൽ പോലും അതുപോലെ ഒരു ചമ്മട്ടി എന്തി ധർമ്മപക്ഷത്ത് നമ്മൾ ഉണ്ടായിരിക്കും. അല്ലാതെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അപ്പൊ ഇവിടെയാണ് പൂന്താനം ഭക്തകവി, പൂന്താനത്തെ ജാതി വർഗീയവാദി, പൂന്താനത്തെ ജ്ഞാനപ്പാന ജാതി വർഗീയത എന്ന് പറയാൻ നിങ്ങൾക്കാകുമോ? എന്തുകൊണ്ടാകുന്നില്ല? വേടൻ ജാതി വർഗീയവാദിയാണെങ്കിൽ പൂന്താനവുമാണ് എന്ന് തന്നെ പറയണം. പൂന്താനത്തെ ജ്ഞാനപ്പാനയിൽ ജാതി ഉണ്ടെന്നും അത് എഡിറ്റ് ചെയ്യണമെന്നും പറയണം. ഇതുപോലെയാണ് തന്ത്രസമുച്ചയം. കേരളത്തിൽ ആലുവയിലെ തന്ത്ര വിദ്യാപീഠം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അധീനതയിലാണ്. അവർ തന്നെ അവകാശപ്പെട്ട സ്ഥിതിക്ക് അവിടെ ഇന്നും പഠിപ്പിക്കുന്ന തന്ത്രസമുച്ചയമാണ്. മാധവജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ തന്ത്ര വിദ്യാപീഠത്തിൽ അതാണ് ഫോളോ ചെയ്യുന്നത്. ആ തന്ത്രസമുച്ചയത്തിൽ പൈതാവേശ എന്നൊരു വാക്കുണ്ട്. പൈതൻ പ്രവേശിച്ചാൽ ക്ഷേത്രം ശുദ്ധി ചെയ്യണം. ആരാണ് പൈതൻ? ചണ്ടാള ജാതി എന്ന് തുടങ്ങിയ അതിന്റെ വിമർശനയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ വ്യാഖ്യാനത്തിൽ. അതായത് ഈ പറയപ്പെടുന്ന സമുദായങ്ങളൊക്കെ ഈ ചണ്ടാളരാണെന്നും അവർ ചെന്നാൽ ശുദ്ധി ചെയ്യണമെന്ന് നിയമമുണ്ട്. അത് നീ ഇപ്പം ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഇപ്പോഴുള്ള ശുദ്ധി അതിനല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ഇപ്പോൾ നടക്കുന്ന ശുദ്ധികൾ അതിനു വേണ്ടിയല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ചോരശാന്തി ഹോമം പോലുള്ളതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു? അത്രയും വലിയ ക്രിയകൾ ആവശ്യമുണ്ടോ? ഇല്ല. എന്നിട്ടും ചെയ്യുന്നത് ഈ ശുദ്ധി കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ചിലർ ഉണ്ടാക്കി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നുള്ളൊരു ഭാഗമാണ് ഇതിന്റെ പച്ച മലയാളം. കുഴിക്കാട്ട് പച്ചൽ 297 298 പേജാണെന്ന് തോന്നുന്നു. ഇതിൽ വളരെ വ്യക്തമുണ്ട്. പാണൻ, പറയൻ, പുലയൻ, വാളൻ, കുറവൻ എന്ന് പറഞ്ഞിട്ട് ഹിന്ദു സമൂഹത്തിൽ ഒട്ടുമിക്ക ജാതികളും ഈ പറഞ്ഞ ക്ഷേത്രപ്രവേശിച്ചാൽ മോശമുള്ളവരാണെന്നും മ്ലേച്ഛന്മാരാണെന്നും അധമന്മാരാണെന്നും ആ ഗ്രന്ഥം പറഞ്ഞു വെക്കുമ്പോൾ അതും നമ്മൾ ഇന്ന് പബ്ലിഷ് ചെയ്ത് വിൽക്കുകയാണ്. അത് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അത് ഓരോ ഗ്രന്ഥശാലയിലും ഓരോ വിദ്യാപീഠത്തിൽ ഇരിക്കുകയാണ്. ഇതൊക്കെ ജാതിവർഗീയതയും ഭീകരവാദവുമല്ലേ? അതൊക്കെ ഇരിക്കെ വേടനൊന്ന് പാടുമ്പോൾ വേടനാണോ കുഴപ്പം? ഇതിനെ ഇന്നും ഫോളോ ചെയ്യുന്ന നമുക്കാണോ കുഴപ്പം? ഭാഗവതാദി പുരാണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അജാമിളനെ വിശേഷിപ്പിക്കുന്നത് അജാമിളൻ ശൂദ്രനേക്കാൾ തരുന്ന, അജാമിളൻ എന്ന ബ്രാഹ്മണൻ ഇതുപോലെ തന്നെ ഒരു ഗണികയായ സ്ത്രീയുടെ ജീവിതം തുടങ്ങിയിട്ട് ശൂദ്രനേക്കാൾ താഴ്ന്ന ലെവലിൽ ജീവിക്കുന്നു എന്നതാണ്. അപ്പൊ ശൂദ്രനെ ആക്ഷേപിച്ചു, ശൂദ്രനേക്കാൾ താഴ്ന്ന ലെവലിലുള്ള ചണ്ടാളരെ ആക്ഷേപിച്ചു. അപ്പൊ ഭാഗവതാദി പുരാണങ്ങൾ ഭീകരവാദമല്ലേ പറയുന്നത്? അങ്ങനെ ഓരോ കാര്യം, സ്മൃതികളാവട്ടെ, ഇതിഹാസങ്ങളാവട്ടെ, പുരാണങ്ങളാവട്ടെ, എണ്ണിയാലൊടുങ്ങാത്ത ഈ പറയുന്ന ജാതി വിവേചനം പറയുന്ന വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ നമ്മൾ സപ്താഹങ്ങളായിട്ടും നവാഹങ്ങളായിട്ടും ഒക്കെ ഏകാദശങ്ങളായിട്ടും ഒക്കെ പല രീതിയിലാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ പാരായണം ചെയ്യപ്പെടുമ്പോഴൊക്കെ നമ്മൾ ബ്രാഹ്മണരെ ഒരിക്കലും ആക്ഷേപിക്കുന്നില്ല, വേണം എന്നല്ല പറയണേ, അങ്ങനെയൊന്നും അല്ല പറയണേ എന്ന് മനസ്സിലാക്കരുത്. പക്ഷെ എന്നിരുന്നാൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നുണ്ട്. അവിടെ ജാതി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു വിഭാഗത്തെ പുകഴ്ത്തുകയും മറ്റുള്ളവരെ ഇകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഇതാണോ ഇത്? ഞാൻ മനസ്സിലാക്കിയ രാഷ്ട്രീയ സ്വയം സംഘത്തിൽ വർണ്ണം വർഗം ഇല്ലിവിടെ എന്ന് പഠിപ്പിച്ചതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കലി വരുമ്പോഴുള്ളൊരു പ്രശ്നം ഇത് ഞാൻ കാണുന്നില്ല. പഠിപ്പിക്കുന്നിടത്തും പാടുന്നിടത്തും ഒക്കെ ഉണ്ട്, ഒന്ന് ചിരിക്കുന്നിടത്തും ജാതി ചോദിക്കുന്നില്ല. പക്ഷെ പ്രാക്ടിക്കലി ഇതിന്റെ നേതാക്കൾ സംസാരിക്കുന്നിടത്തും പ്രയോഗിക്കുന്നിടത്തും ഒരു പോരായ്മയുണ്ട്. നമ്മൾ വെറുതെ പറയല്ല, നിങ്ങൾ ചുറ്റും നോക്കുക. കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല. കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ കുറ്റം പറയാനേ ഇരിക്കണം. അതങ്ങനെയല്ലല്ലോ. അപ്പൊ അവിടെയാണ് വേടൻ ജാതി ഭീകരവാദിയാണെങ്കിൽ ഹിന്ദുവിന്റെ ധാർമ്മിക ഗ്രന്ഥങ്ങളെല്ലാം ജാതി ഭീകരവാദത്തിന്റെയും അത് എഴുതി വെച്ചിട്ടുള്ള ആചാര്യന്മാരൊക്കെ ജാതി ഭീകരവാദികളുമാണോ എന്ന് കൂടി ബഹുമാന്യ മധുജി ഒന്ന് പറഞ്ഞു കേൾക്കാൻ ചണ്ടാള ബാബയ്ക്ക് ആഗ്രഹമുണ്ട്. ഇത് വേടന് വേണ്ടിയിട്ടല്ല, ചണ്ടാള ബാബയ്ക്ക് ആഗ്രഹമുണ്ട്. ഇനി അടുത്തൊരു വിഷയമാണ് ശവവർമ്മയാണെന്നും ഷവർമ്മ കഴിച്ചിട്ട് ഒത്തിരി ഹിന്ദുക്കൾ മരിച്ചെന്നും മുസ്ലിങ്ങൾ മരിച്ചിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ, മുസ്ലിം എന്ന് പറഞ്ഞില്ല, മുഹമ്മദും നബീസ് എന്നും മരിച്ചില്ല എന്നെന്താ പറഞ്ഞ പോലെ കേട്ടത്. ഈ ഭക്ഷണത്തിലൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മുസ്ലിമിനെതിരെ സംസാരിക്കുമ്പോൾ അതുപോലെ ആകണമെന്നോ അല്ല അവരങ്ങനെ പറഞ്ഞിട്ട് നമുക്കറിയില്ല. നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ ധർമ്മത്തിൽ അന്നം ബ്രഹ്മ എന്നാണ് പഠിച്ചിരിക്കുന്നത്. അന്നം ഇന്ത്യ
എന്താ അന്നം എന്ന് മധുജിക്കും അറിയാം. നമ്മളെ കേൾക്കുന്ന അത്യാവശ്യ അറിവുള്ളവർക്ക് എന്താ അന്നം? കഴിക്കുന്നതും കഴിക്കപ്പെടുന്നതുമാണ്. അന്നം ഭക്ഷണമാണ്. ഭക്ഷണത്തിന്റെ പേര് അറബി ആയാലെന്താ, ഉറുദു ആയാലെന്താ, ഇനി ഭക്ഷണത്തിന് പേരില്ലെങ്കിൽ എന്താ? നമ്മൾ അന്നെന്നും ചോറെന്നും വറ്റുന്നൊക്കെ പറയുന്നില്ല, മറ്റുള്ളവർ പലതല്ലേ പറയാം. അൽഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, അല്ലെങ്കിൽ ഈ കുഴി എന്തായാലും പറയാ, ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ചിക്കൻ കൊണ്ട് ഉപയോഗിച്ചാൽ, ചിക്കനോ മറ്റു മാംസങ്ങളോ ഉപയോഗിച്ചുണ്ടാക്കുന്ന തീയിനോട് ചേർത്തുണ്ടാക്കുന്ന ഒരു ഭക്ഷണം, മസാല ചേർത്തുണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്, അന്നമാണ്. ആ അന്നത്തെ നിന്ദിക്കുമ്പോൾ നമ്മളെങ്ങനെ സനാതനധർമ്മികളാകും? മുസ്ലിങ്ങളോട്, അവരുടെ രാഷ്ട്രീയത്തോടോ, അവരുടെ മുസ്ലിങ്ങൾ എല്ലാവരും ഭീകരവാദികളാണെന്ന അഭിപ്രായം നമ്മൾക്കില്ല. ഹിന്ദുക്കളിലും ഭീകരന്മാരുണ്ട്, എല്ലാ മതങ്ങളിലുണ്ട്, മതമില്ലാത്തവരുണ്ട്. അത്തരം ആളുകൾ ചെയ്യുന്ന ഭീകര പ്രവർത്തനത്തിൽ എന്തിന് ഭക്ഷണത്തെ നിങ്ങൾ കരുവാക്കണം? അതും മാംസഭക്ഷണത്തെ മാത്രം. നിരന്തരം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് മാംസഭക്ഷണത്തെ, ഇതിൽ ഞാൻ മാംസത്തിനൊരു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് പാലക്കാട് നടന്ന VHPന്റെ ഒരു പരിപാടിക്ക് അവിടെ എന്താ പറയാ, ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു നേതാവ് വന്നിട്ട്, നോർത്ത് ഇന്ത്യൻ നേതാവ് വന്നിട്ട് മാംസ കച്ചവടം ഹിന്ദുക്കൾ നടത്തണം എന്നൊക്കെ പറഞ്ഞൊരു പോസിറ്റീവ് കാര്യം നമ്മൾ പറഞ്ഞു കേൾക്കണ്ടായി. അല്ലാതെ ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കേൾക്കുന്ന മാംസഭക്ഷണ വിരുദ്ധമായ പരാമർശങ്ങളാണ് 99.99% ഹിന്ദു സംഘടനാ നേതാക്കളും പറയുന്നത്. എന്നാൽ ഇതിൽ കഴിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്കറിയാം. കഴിക്കുന്ന ഒരാൾ പോലും ഈ നേതാവ്, ഇപ്പൊ ഈ വിഷയം വരുമ്പോൾ നമുക്കറിയാം സംഘത്തിന്റെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയാം അത് മധുജിയുടെ അഭിപ്രായമാണെന്ന് പറയാം. അപ്പൊ മധുജിക്ക് മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ അഭിപ്രായം, അല്ലെങ്കിൽ മധുജിയെ പോലെ ഈ പച്ചക്കറിവാദക്കാർക്ക് മാത്രമേ ഉള്ളൂ അഭിപ്രായം. അപ്പൊ ചിലപ്പോൾ പറയാം മധുജി മാംസഭക്ഷണത്തെ എതിർത്തിട്ടില്ല എന്ന് പറയാം. മധുജി മാംസഭക്ഷണത്തെ എതിർത്തിട്ടില്ലെങ്കിലും ഷവർമയെ പറഞ്ഞില്ലേ? ഷവർമ എന്താ? അത് അറബി വാക്ക് തെറ്റാണോ? നിങ്ങൾ ലളിതാസനം വായിക്കും, നാനാ വർണ്ണരൂപിണ്യേ നമ, എല്ലാ അക്ഷരങ്ങളും അമ്മ തന്നെയല്ലേ, പരാശക്തിയല്ലേ. അറബി എന്ന അക്ഷരം മുഹമ്മദ് നബി ഉണ്ടാക്കിയതൊന്നുമല്ല, അല്ലെങ്കിൽ ഇസ്ലാം ഉണ്ടാക്കിയതല്ല, ലോകത്ത് പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്, പ്രകൃതി മാതാവ് പെറ്റിട്ടതാണ്. എന്തിന് സംസ്കൃതത്തോടും അറബിയോടും തമിഴിനോടും മലയാളത്തിനോടും ഉറുദുവിനോടും ഓരോ ഭാഷയോടും എന്തിനീ വെറുപ്പ്? അതാണോ നമ്മുടെ ധർമ്മം? നമ്മളൊരു താന്ത്രികമാണ്, നമുക്ക് ധർമ്മമായി തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പേര് ഷവർമ, അത് ഗൾഫിനാക്കിൽ ഉണ്ടാക്കിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ശവവർമ്മയാണ്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിന്റെ തെരുവോരങ്ങൾ നടക്കുമ്പോൾ ശവം കരിയുന്ന മണമാണ് എന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന, ഞാനടക്കം ഉൾപ്പെടുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ 71% ആളുകൾ മാംസം കഴിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ എത്ര ഹിന്ദുക്കൾ ഉണ്ടാവും? അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശവമാണ് എന്ന് പറയുമ്പോൾ അതൊരു ഭരണഘടനാ വിരുദ്ധവും ഒരു എന്താ പറയാ ധർമ്മവിരുദ്ധവും നീതി നിഷേധമൊക്കെ അതിലുണ്ട്. നമുക്ക് കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട, എന്തിനാണ് ആക്ഷേപിക്കുന്നത്? പ്രത്യേകിച്ച് ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന ഒരാൾ, ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന മധുജിയാണെങ്കിൽ കുഴപ്പമില്ല, അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘ രാഷ്ട്രത്തിന്റെ സ്വത്വം ഉയർത്തിപ്പിടിക്കാൻ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന, അത് നമ്മൾ അവകാശപ്പെടുന്നില്ല, അവരാണ് അവകാശപ്പെടുന്നത്. അവർക്ക് അത് എന്തും പറയാം. നമ്മൾ ആ സംഘടന ആളല്ലാത്തതുകൊണ്ടാണ് അതിന്റെ അവകാശം പറയാത്തത്. നമുക്ക് എല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് പറയുമ്പോൾ രാഷ്ട്രത്തിൽ മാംസം കഴിക്കുന്ന ആളുകളുടെ പ്രതിനിധി കൂടിയാണ് അവര്. അങ്ങനെയുള്ള ആളുകൾ മാംസം ഷവർമ എന്ന് പറയുന്നത് ശവവർമ്മയാണ്. അതുപോലെ തെരുവോരങ്ങളിൽ ഈ ചിത കത്തുന്ന അല്ലെങ്കിൽ മാംസം കത്തിക്കരിയുന്ന മണമാണ് എന്നൊക്കെ പണ്ട് ആക്ഷേപിക്കുമ്പോൾ അതല്ല, ഇത് ഈ ഷവർമയ്ക്ക് നല്ല മണാണ് കേട്ടോ, അൽഫാമയ്ക്ക് മണാണ് കേട്ടോ, അല്ലെങ്കിൽ ചിക്കൻ ചുട്ടതിന് മണമുണ്ട് കേട്ടോ, നല്ല മണാണെന്ന് പറയുന്ന നേതാക്കൾ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലില്ല? അതോ ഇല്ലെങ്കിൽ ഇവർക്കൊന്നും നട്ടലില്ലേ? അല്ലെങ്കിൽ ഇവരുടെ നട്ടല് പണയം വെച്ചാൽ മാത്രമേ ഈ സംഘടനയിൽ ഇവരെ നിർത്തുള്ളൂ എന്ന് സ്വയം ഒന്ന് വിചാരം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ സംഘടനയുടെ ഭാഗത്ത് പണ്ട് ഗണഗീതം ചൊല്ലിയ ആളുകളും സ്വയംസേവരാണെന്ന് സ്വയംസേവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ പറയുന്നു, ആ ഒരു സ്വയംസേവനായിട്ട് നമ്മൾ പറയുകയാണ്, ഈ മധുജീന്റെ ഹിന്ദു അല്ല നമ്മൾ, ആ സ്വയംസേവകനല്ല നമ്മളാവുന്ന സ്വയംസേവൻ മാംസഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന, മാംസഭക്ഷണം രാമനും കൃഷ്ണനും ഒക്കെ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എന്റെ പൂർവിക പാരമ്പര്യം കഴിക്കുകയും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ശാസ്ത്രജ്ഞാനത്തിന് വേണ്ടിയിട്ടും മാംസത്തെയോ മൃഗത്തെയോ പക്ഷിയെയോ ഈ നിയമം അനുവദിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു ധാർമ്മിക വ്യവസ്ഥയെ പിൻപറ്റുന്ന സ്വയംസേവനായിക്കൊണ്ട് എല്ലാവരോടും പറയുകയാണ്, ഈ പറയുന്ന മധുജീന്റെ വീക്ഷണമല്ല ഞാൻ പഠിച്ച വീക്ഷണം, അല്ലെങ്കിൽ എനിക്ക് ശാഖയിൽ നിന്ന് കിട്ടിയ വീക്ഷണം അതായിരുന്നില്ല. ഇന്ന് പ്രസന്റിൽ ഞാൻ ഒരു RSSകാരനോ അല്ലെങ്കിൽ സംഘപ്രവർത്തകനോ ഒന്നുമല്ല, പണ്ട് കുട്ടിക്കാലത്ത് ഒരു പ്ലസ് പഠിക്കുന്ന പോയ കാലത്തുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മധുജി പോലുള്ള ആളുകൾ ഈ മാംസത്തെ എന്തിന്റെ ഭാഷയുടെ പേരിലോ അല്ലെങ്കിൽ ഈ മാംസം കരിയുന്ന മണം എന്ന് പറയുമ്പോഴോ ഈ തൈര് സാധനത്തിന്റെ മണം പോലെ തന്നെയാണ് ഞങ്ങൾക്കൊക്കെ. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മൂക്ക് പൊത്തി നാട്ടിൽ കൂടെ നടക്കണം, അത്രേ പറയാവുള്ളൂ, മൂക്ക് പൊത്തി നടക്കണം. അല്ലാണ്ട് മാംസത്തെ ആക്ഷേപിക്കുമ്പോൾ നിരന്തരം ഈ സംഘപ്രസ്ഥാനത്തിലെ ആളുകളെല്ലാം ഒരാൾ പോലും ഇതുവരെ ദൈവങ്ങൾക്ക് കൊടുക്കുന്ന ശാക്തേയ മലബാര കൗള സമ്പ്രദായത്തിലുള്ള ഒരു ആചാരത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. ഈ ഭക്ഷണത്തിന് വേണ്ടി സംസാരിക്കുന്നത് കേട്ടില്ല. ഇതിനെ ഇല്ലാണ്ടാക്കാൻ, ഇതിനെ ദുഷിപ്പ് പറയാൻ ഈ സംഘടനയിൽ നിന്ന് നേതാക്കന്മാർ വരുന്നു എന്നുണ്ടെങ്കിൽ അത് ആ സംഘടനയ്ക്ക് തന്നെ പേരുദോഷമാണെന്നും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷ ഹൈന്ദവർ ഒന്ന് മാറി ചിന്തിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കും. ഇതൊന്നും ചിന്തിക്കുക.
ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കണമൊക്കെ മോശം, ഈ ബ്രാഹ്മണന്റെ രീതി മാത്രമാണോ ശരിയല്ല? പച്ചക്കറി ബ്രാഹ്മണരുടെ, കൗള ബ്രാഹ്മണരും ഉണ്ടല്ലോ, ശാക്തേയ ബ്രാഹ്മണരുണ്ട്, അതുകൊണ്ട് പച്ചക്കറി ബ്രാഹ്മണരുടെ ഇത് മാത്രമാണ് ശരി എന്നാണോ സംഘം പറയുന്നേ പഠിപ്പിക്കുന്നതെന്ന് അവർക്ക് തോന്നിയാൽ അതിന് ഉത്തരവാദി മറ്റു മതസ്ഥരല്ല, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല എന്നോട് ഇനിയെങ്കിലും സത്യസന്ധമായിട്ട് അതിൽ നട്ടലുള്ള ശാക്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരിക. കാരണം സംഘത്തിന് ഈ ആശയമില്ല, നമുക്കറിയാം. നിങ്ങൾ കൂടി പറയണം എന്താണ് ഇത് സംഘത്തിന്റെ എന്നല്ല, മധുജിയുടെ അറിവ് വെച്ച് പറഞ്ഞാണെന്ന് പറയണം. ഒരാളുടെ ഒരു കമന്റ് ഉണ്ടെന്ന് വായിക്കട്ടെ. ബാബാജി താങ്കൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടത്, ഓർമ്മിപ്പിക്കുന്ന ഗോത്രീയമായ വംശം പൈതൃകം കുല ജനതയെ ഒന്നിപ്പിക്കുന്നു എങ്കിൽ മറ്റ് മതം സ്വീകരിച്ചവരും ഒരേ വേദിയിൽ കൊണ്ടുവരാൻ. പക്ഷേ അദ്ദേഹം ഓൾസോ മതപരിവർത്തനം നടത്തിയ ആളുകളുടെ കാര്യമാണ് പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഫുൾ വായിക്കാൻ നമുക്ക് പറ്റില്ല, സമയമെടുക്കും. അപ്പോൾ എന്തായാലും ശരി, നമുക്കാകുന്ന രീതി, നമ്മളൊരു പേഴ്സണാണ്, നമ്മുടെ കൂടെ കുറച്ച് ആളുകൾ സാധാരണക്കാരുള്ളൊരു സംവിധാനമാണ്. അതിൽ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മതപരിവർത്തന പ്രധാന കാരണം ഇപ്പോഴും നടക്കുന്നത് എന്താ വെച്ചാൽ, ഒന്ന് ദാരിദ്ര്യം തന്നെയാണ്. ഈ ദാരിദ്ര്യം അല്ലാണ്ട് മതത്തിന് വേണ്ടി ആരും മതം മാറണമെന്നില്ല. പിന്നെ ഉള്ളത് എന്താണ്, ഇപ്പോഴും തന്നെ ഹിന്ദുയിസത്തിൽ ഈ ഹയറാർക്കി സംവിധാനമുണ്ട്. ബ്രാഹ്മണിസം പിൻപറ്റുന്ന ആചാര്യന്മാരോ മറ്റ് സമുദായത്തിൽ നിന്ന്, ഈ പറയുന്ന പിന്നോക്ക സമുദായത്തിൽ നിന്ന് വന്നാൽ അവർ ഉയർത്തി കാണിക്കുകയും, എന്നാൽ ആ സമുദായങ്ങളുടെ സ്വത്വത്തെ ഉയർത്തി കാണിക്കുന്ന ആചാര്യന്മാർ വന്നാൽ അവർ 2ാം നമ്പർ ആവുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. ഈ ഹയറാർക്കി സംവിധാനം ഈ ധർമ്മത്തിൽ നിന്ന് പോകാതെ, അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പുറത്തും അപ്പുറത്തുണ്ടാവും. പക്ഷെ ഇവിടെ വെറുത്തിട്ടാണ്, അംബേദ്കർ പറഞ്ഞാൽ ഇവിടെ വെറുത്തിട്ടാണ്. കാലങ്ങളായിട്ട് തന്നെ അവർ 8ന്റെ പണി കൊടുക്കണ്ടേ, ഒന്ന് ദേഷ്യപ്പെടണ്ടേ, അതിനുവേണ്ടി ചെയ്തു പോണതാ. നമ്മളൊക്കെ പിടിച്ചിരിക്കണം എന്താ വെച്ചാൽ, നമ്മളെ എങ്ങനെ പോലെ അച്ഛനമ്മേനെ ഉപേക്ഷിക്കില്ല. അപ്പൊ എന്താണ്, ശക്തമായി ഇവിടെ നിന്നുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുക. അയ്യങ്കാളിയെ പോലെ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യണം. ആ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ സന്ധി ചെയ്യുമ്പോഴും പലരും വിചാരിക്കും നമ്മൾ ഇവരെ കൂടെ ഇവരെ കൂടെ പോകണമെങ്കിൽ ഇവർ മാറണം. നിലവിൽ പ്രസന്റിൽ ഇപ്പോൾ ഈ നിമിഷം വരെ ഇവർ മാറിയിട്ടില്ല. ഇവരുടെ സംവിധാനം, ഇവിടെയുള്ള ഈ ഹിന്ദുത്വ ഐഡിയോളജി എന്നാൽ ബ്രാഹ്മണിസ് ഐഡിയോളജി തന്നെയാണെന്ന അഭിപ്രായത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അത് മാറണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം, ശങ്കരാചാര്യ പ്രതിമയ്ക്ക് മുകളിൽ ഒരു 4 നായയെ കൊണ്ട് നടക്കുന്ന ഒരു ചണ്ടാളന്റെ പ്രതിയെ സ്ഥാപിക്കണം. നമ്മളുടെ അല്ല കേട്ടോ, ചണ്ടാളന്റെ പ്രതിമയെ സ്ഥാപിച്ചുകൊണ്ട് വർണ്ണ ജാതി വിവേചനങ്ങൾക്കെതിരെ ഇവർ മുന്നോട്ട് വരണം. ശങ്കരാചാര്യ ചണ്ടാളോ സത് ജോസ്തു ശങ്കരാചാര്യ കാണിച്ചു തന്ന ചണ്ടാളിന് ഏറ്റവും താഴ്ത്തപ്പെട്ടവനായ ഒരു വ്യക്തി, ഒരു സമൂഹത്തിന്റെ, ഒരു ജനതയുടെ പ്രതിനിധിയായിരിക്കുന്ന സാക്ഷാൽ മഹാദേവന്റെ സ്വരൂപമായിരിക്കുന്ന ചണ്ടാളനെ ബ്രാഹ്മണന്റെ പ്രതിനിധിയായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്ന ശങ്കരാചാര്യല്ല, സമുദായമല്ല വേണത്. നിങ്ങൾ അറിവന്നെ എടുത്തോളൂ. അങ്ങനെയല്ല, ജ്ഞാനത്തിൽ ജ്ഞാനിയും താഴ്ന്നവരിൽ താഴ്ത്തപ്പെട്ടവനുമായിട്ടുള്ള മഹാചണ്ടാളന്റെ സ്വരൂപം, 4 വേദങ്ങളോ അറിവുകളാകുന്ന 4 നായ്ക്കളെ നയിക്കുന്ന ഒരു ചണ്ടാളന്റെ സ്വരൂപത്തെ ഈ രാജ്യത്തിന്റെ മുഖമുദ്രയാക്കി വെച്ചുകൊണ്ട് അതിനെ വന്ദിക്കാൻ നമുക്കാകുന്ന കാലത്തേ ഉള്ളൂ നമ്മളുടെ ഹയറാർക്കി സംവിധാനം പോവുള്ളൂ. അതല്ലാണ്ട് ഒരിക്കലും വിഗ്രഹം വെച്ചു എന്നുള്ളത് കൊണ്ടല്ല, ആ ഒരു തലത്തിലേക്ക് നാം മാറേണ്ടതുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ബ്രാഹ്മണനാകൂ എന്ന് പറയുക, എന്നിട്ട് കർമ്മബ്രാഹ്മണ്യം പറഞ്ഞ ബ്രാഹ്മണനാക്കുക, ആക്കുന്ന ക്ഷേത്രത്തിൽ തന്നെ ഇവനെ പൂജയ്ക്ക് കയറ്റൂല്ല, അതിന് 1000 ന്യായങ്ങളും പറയും. ആ സംവിധാനം ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഇപ്പോഴും മതം മാറിപ്പോകുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കൂടുതലൊന്നും ഇനി നീട്ടുന്നില്ല. ഇവിടെ ബഹുമാന്യ മധുജി RSSന്റെ കേസരിയുടെ മുഖ്യ പത്രാധിപനാവുന്നത് കൊണ്ട് തന്നെ ഇത് RSSനോടും കേസരിയോടും ഉള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരു ആചാര്യ, ഹിന്ദു ആചാര്യ നിലയ്ക്കും ഒരു കൗള സമ്പ്രദായത്തിന്റെ ആചാര്യ നിലയ്ക്കും ഒരു ഹിന്ദു ആചാര്യൻ, ഒരു ദർശനത്തിന്റെ ആചാര്യം, പ്രത്യേക മലബാര സമ്പ്രദായത്തിന്റെ ഒരു ദർശനാചാര്യം എന്ന നിലയ്ക്കും ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ചണ്ടാള. ഇത് എഴുത്ത് ചോദിക്കാനൊന്നും പറ്റില്ല, അദ്ദേഹം പബ്ലിക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്ന വേടനെ. അപ്പൊ വേടന്റെ പക്ഷത്ത് നിന്നുകൊണ്ടും വേടനെ ആക്ഷേപിച്ച് ഞങ്ങളുടെ സമുദായത്തിലെ ഒരു കലാകാരനെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അത് ഒരിക്കലും നിങ്ങൾ പൂന്താനത്തെയും മറ്റുള്ളവരും ചെയ്യാത്ത സ്ഥിതിക്ക് അത് ഞങ്ങൾക്ക് നേരിടുള്ള ജാതി അധിക്ഷേപം തന്നെയായിട്ടാണ്, RSSന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നേതാവിന്റെ ജാതി അധിക്ഷേപമായി തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ ഹിന്ദു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ പുരാതനമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിലെ ഈ വരികളും തെറ്റാണെന്നും ഈ എഴുതപ്പെട്ട ആളുകളും ജാതി വിഭാഗീയതരാണെന്നും പറയുകയും, അതല്ല അപ്പൊ വ്യക്തിപരമായി അദ്ദേഹം പറഞ്ഞു വേടനോട് അദ്ദേഹത്തിന് മുഷ്ടില്ല എന്ന് പറഞ്ഞു. നമുക്കും മധുജിയെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നമില്ല, മധുജിയുടെ സംഘടനയോട് പ്രശ്നമില്ല. ഈ വീക്ഷണത്തെ ഇത് ഞങ്ങളെ കൊണ്ട് ജാതി പറയിപ്പിക്കുന്നത് ഇവിടുത്തെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും ഈ തുടർന്നു വരുന്ന ജാതി സംവിധാനവുമാണ് എന്നിരിക്കെ ഞങ്ങളാണ് ജാതി ഉണ്ടാക്കിയത്, ഞങ്ങളുടെ അച്ഛനപ്പന്മാരാണ് ജാതി ഉണ്ടാക്കിയത്, ഈ അടിമത്വം ഞങ്ങളാണ് ഉണ്ടാക്കിയെടുത്താണ്, ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അടിമത്വത്തിൽ അന്നും ഇന്നും ഞങ്ങൾ വിട്ടുനിർത്തലും ഞങ്ങൾ ഇങ്ങോട്ട് ആഹ്ലാദിക്കുകയാണ് എന്ന രീതിയിൽ മധുജി പറയുന്നുവെങ്കിൽ അത് RSS എന്ന പ്രസ്ഥാനത്തിന്റെ കേരള ഘടകത്തിലെ ഈ നേതാവോ അത്തരം ചിന്തയുള്ള ആളുകളോ ഞങ്ങളെ ആക്ഷേപിക്കുന്നതാണ്. അതിനെ കണ്ടു നിൽക്കാനാകില്ല. ആ ജനതയുടെ ഭാഗത്തുനിന്ന് അവിടെ ആത്മീയാചാര്യൻ എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒപ്പം ഹിന്ദു സമൂഹത്തിലെ ടോട്ടൽ ഹിന്ദു എന്നെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന മുഴുവൻ ഹിന്ദുക്കളുടെ പ്രതിനിധിയായിക്കൊണ്ട് ഞങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ജാതി വിഘടനം ഉണ്ടാക്കരുത്, ഞങ്ങളുടെ ജാതി സാമുദായിക പ്രശ്നങ്ങൾ തീർത്തു തരികയാണ് വേണ്ടത്. അല്ലാണ്ട് ഇതിന്ന് ഒരുത്തനെ എന്നും ആക്ഷേപിച്ച് മാറ്റിക്കൊണ്ടുപോവുകയല്ല, തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന് ഹിന്ദു പക്ഷത്തു നിന്നുകൂടി സംസാരിക്കുകയാണ്. നമ്മൾ ഈ വിഷയം പറഞ്ഞപ്പോൾ
പറയുമ്പോൾ നമ്മൾ ജാതീയവാദിയും കേവലം ഹിന്ദു അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ബ്രാഹ്മണർ അവരുടെ കാര്യം പറയുമ്പോൾ അവർ ഹിന്ദുവാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളൊരു സ്വയം ആത്മപരിശോധന നടത്തണം. അതല്ല എങ്കിൽ നാളെ ഒരു ബ്രാഹ്മണനെ ആരെങ്കിലും കല്ലെറിഞ്ഞാലും ചണ്ടാള ബാബ കല്ലെറിഞ്ഞവൻ ചെയ്ത് തെറ്റാണെങ്കിൽ ആ പക്ഷത്തുണ്ടായിരിക്കും എന്ന് എന്നുമുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോഴും പറയുന്നു. അതുകൊണ്ട് RSS ഈ കേരളത്തിലെ RSS ഘടകങ്ങൾ സ്വയം പരിശോധിക്കണം. പ്രത്യേകിച്ച് RSSന് മുഴുവൻ പങ്കില്ലെങ്കിൽ കേസരി പത്രാധിപനോ ആ തലത്തിൽ ഏത് തലത്തിലാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നെങ്കിൽ അദ്ദേഹം സ്വയം പരിശോധിച്ചുകൊണ്ട് ഈ തെറ്റ് തിരുത്തുക തന്നെ വേണം. അതല്ല എങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹിന്ദു വിരുദ്ധമാണെന്നും അത് കൃത്യമായി അവരുടേതായിരിക്കുന്ന വെജിറ്റേറിയനിസത്തിന്റെയും അവരുടെ ബ്രാഹ്മണിസത്തിന്റെ ഹിഡൻ അജണ്ടയാണെന്നും അങ്ങനെയാണെങ്കിൽ അവരാണ് ജാതി ഭീകരവാദികളെന്നും അവരുടെ സിദ്ധാന്തം മാറ്റാത്തിടത്തോളം കാലം നമ്മുടെ ജനതയും മാറാൻ പോകുന്നില്ല. മാറാത്ത ജനതയ്ക്കൊപ്പം ആശയപരമായി അതിന്റെ ഒപ്പം നിൽക്കുമ്പോഴും ഏതെങ്കിലും രാഷ്ട്രവിരുദ്ധവും ധർമ്മവിരുദ്ധവുമായ വിധ്വംസക ശക്തികൾക്കൊപ്പം അവർ പ്രവർത്തിക്കുന്നു എങ്കിൽ നമ്മൾ അത്തരം ആളുകളോട് ബന്ധപ്പെടാനോ സഹകരിക്കാനോ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും നമുക്ക് നേരിട്ട് വേദനയെ അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മീയ ഭാഗത്തുകൊണ്ട് സംസാരിക്കുന്ന അവർക്ക് മറ്റാരും രംഗത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ് ചണ്ടാള ബാബ സംസാരിച്ചിരിക്കുന്നത്. അതിന് നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ, ഭക്തർ, അതുപോലെ തന്നെ ഓരോ ധർമ്മവിത്തുക്കളും ആ രീതിയിൽ കാണുന്നു. ജനാധിപത്യ മര്യാദകൾ ഫോളോ ചെയ്യുന്ന ഓരോ മനുഷ്യരും ഈ പറഞ്ഞതിന്റെ ആശയത്തെ മനസ്സിലാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രം എല്ലാവരും ഐക്യത്തിൽപ്പെടണമെന്നും പ്രത്യേകിച്ച് സനാതനധർമ്മത്തിന്റെ ഈ ഹിന്ദു ധർമ്മത്തിന്റെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ധർമ്മവ്യവസ്ഥയുള്ള ആളുകൾ പരസ്പരം വിദ്വേഷമില്ലാതെ ഈ ചാതുർവർണ്ണയൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് മനുഷ്യത്വമാണ്. വേദവും പുണ്ണാക്കൊണ്ടൊന്നുമല്ല നമുക്ക് കാര്യമുള്ളത്. നമുക്ക് വേണ്ടത് മനുഷ്യത്വമാണ്. മനുഷ്യത്വത്തിന് വേണ്ട അറിവാണ്. അറിവെന്താ? നമ്മളൊക്കെ മനുഷ്യരാണെന്ന ബോധം. മനുഷ്യന് മാത്രമേ ഭൂമിയിൽ ദൈവത്തെ പോലെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നൊരു ബോധം. അതിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, അത് ശാസ്ത്രജ്ഞാനത്തിന് വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്നു എന്നല്ലാണ്ട് വെറും തീറ്റയും കുടിയുമല്ല ഈ ധർമ്മം. അതൊന്നുമല്ല ഈ ധർമ്മം. ആത്മസാക്ഷാത്കാരം നേടുക. നമ്മൾ തന്നെയാണ് ഈ പരാശക്തി, നമ്മൾ തന്നെയാണ് പരമേശ്വരൻ, നമുക്ക് മാത്രമേ ദൈവമാകാൻ പറ്റുള്ള ചിന്തയിലേക്ക് വരിക. അതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ജാതി, സാമുദായിക, മത, രാഷ്ട്രീയ, ലിംഗ, ഭാഷ, ഭക്ഷണ ഭേദങ്ങൾ ആരെങ്കിലും വെക്കുന്നു എങ്കിൽ അത് നിങ്ങളുടേതായിരിക്കുന്ന സഭ്യമായ ഭാഷയിൽ നിങ്ങൾക്ക് കലയായിട്ടോ അല്ലെങ്കിൽ സംഭാഷണങ്ങളായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പ്രതിരോധിച്ചോളൂ. കാരണം എന്താണ്? അത് നമുക്ക് വേണ്ട. അത് വേടൻ ചെയ്താൽ അവിടെ വേടനിലൊരു ധർമ്മമുണ്ടെന്നും വേടൻ ജാതി വിവേചനങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നെങ്കിൽ വേടനാണ് എന്നെ സംബന്ധിച്ച് സനാതനധർമ്മി എന്നും അത് പറയുന്നത് തെറ്റാണ്, ഭീകരവാദി എന്ന് കേസരിയുടെ പത്രാധിപൻ, RSSന്റെ പത്രാധിപൻ ആയതുകൊണ്ട് മധുജിക്ക് പറയാമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ധർമ്മവിരുദ്ധനാണെന്നും പറഞ്ഞുകൊണ്ട്, രാഷ്ട്രവിരുദ്ധനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അതല്ല, എല്ലാവരും നന്മയാണ് എഴുതിയെങ്കിൽ ആ നന്മയായി തന്നെ നിൽക്കട്ടെ. അത് രാഷ്ട്രസ്നേഹമാണ്. അപ്പോൾ ആ രാഷ്ട്രസ്നേഹത്തിന്റെയും രാഷ്ട്രത്തിന്റെ വൈവിധ്യങ്ങളുടെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഒന്നിച്ചു പോകണമെന്ന സത്യസന്ധമായ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ഈ പറയാൻ ശ്രമിച്ചത് ഭിന്നിപ്പിന് വേണ്ടിയല്ല, ഒന്നിപ്പിന് വേണ്ടിയാണ്. ഒന്നിപ്പ് അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഒരു ഹൈറാർക്കി സംവിധാനം നിലനിർത്തിക്കൊണ്ടാവരുത്. അതിനെ തച്ചുതകർത്തുകൊണ്ടായിരിക്കണം. അതിന്റെ പൗരാണിക ഗ്രന്ഥങ്ങളുടെ ആശയങ്ങളെ ചുട്ടരിച്ചുകൊണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്തായാലും ഇവരെ ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനം കരുനീലി അമ്മയും മുത്തിവെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമോനോക്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഹരി നമ ചണ്ടാള രൂപായ ഗുരു ശ്രീപാദകാംബൂജയം ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.